ദേശീയ തലസ്ഥാനത്ത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉയർത്തിയ ആഞ്ഞടിക്കുന്ന പ്രക്ഷോഭത്തിന് മുന്നിൽ RSSും BJPയും പുകയുന്ന കാഴ്ചയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ പ്രതിരോധത്തിലായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പദവി ഒഴിഞ്ഞതോടെ അത് വെറുമൊരു ഭരണതല മാറ്റമായി മാത്രം അവശേഷിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വ ശൈലിക്കെതിരെ BJPക്കും RSSനും ഉള്ളിൽ തന്നെ അതൃപ്തിയുടെ പുകച്ചിൽ ശക്തിപ്പെടുകയാണ്. കേന്ദ്രത്തിന്റെ ഏകപക്ഷീയ നിലപാടുകളും പ്രക്ഷോഭങ്ങളെ തെറ്റായി വിലയിരുത്തിയതുമാണ് തിരിച്ചടിയായതെന്ന വിമർശനം മുതിർന്ന നേതാക്കൾക്കിടയിൽ പോലും ശക്തമാകുന്നുണ്ട്. വിദ്യാർത്ഥി സമരത്തെ അനുകൂലിച്ചും കേന്ദ്ര സർക്കാരിനെ തള്ളിയും RSS തലവൻ മോഹൻ ഭാഗവതും BJP മുൻ ദേശീയ അധ്യക്ഷൻ മുരളി മനോഹർ ജോഷിയും രംഗത്തെത്തിയതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ നീറ്റ് പരീക്ഷകളിലെ വ്യാപക ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും സൃഷ്ടിച്ച യുവരോക്ഷം ഇത്രമേൽ ആഞ്ഞടിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതിയിരുന്നില്ല. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടത്തിൽ ബലപ്രയോഗത്തിലൂടെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെയും പ്രതിഷേധങ്ങളെ ഒതുക്കി തീർക്കാമെന്ന നിഗമനത്തിലായിരുന്നു കേന്ദ്ര ഭരണകൂടം. എന്നാൽ തെരുവിലിറങ്ങിയ പ്രക്ഷോഭകരുടെ നിശ്ചയദാർഢ്യം ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന അനിവാര്യതയിലേക്ക് സർക്കാരിനെ എത്തിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ നീറ്റിലെ പരീക്ഷാ മാഫിയക്കെതിരായ വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിൽ ആദ്യ വിജയം കുറിക്കപ്പെട്ടെങ്കിലും ഭരണകക്ഷികൾക്കുള്ളിൽ ഇതൊരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പാർട്ടിയിലെ തീരുമാനങ്ങൾ ഏതാനും വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിൽ BJPയിലെയും RSSിലെയും പ്രമുഖർ അതൃപ്തരാണ്. നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങൾ പല സുപ്രധാന തീരുമാനങ്ങളിലും തങ്ങളെ കൺസൾട്ട് ചെയ്യുന്നില്ലെന്ന നിലപാടിലാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കേന്ദ്ര നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവും ഇതോടൊപ്പം പാർട്ടിയിലെ ഒരു വിഭാഗം വീണ്ടും ചർച്ചയാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘകാലമായി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട പ്രത്യയശാസ്ത്രപരമായ അജണ്ടകൾക്ക് ഏറ്റ വലിയ തിരിച്ചടിയാണ് RSS ഈ സംഭവ വികാസത്തെ കാണുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളിലൂടെയും നയരൂപീകരണങ്ങളിലൂടെയും വരും തലമുറയിൽ സംഘപരിവാർ ആശയങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാക്കുക എന്ന ദൗത്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ നിർണായക പങ്കുവഹിച്ചിരുന്നു. രാജ്യത്തെ യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ശക്തമായ നിരസിക്കൽ കാവ്യവൽക്കരണ നീക്കങ്ങളുടെ വേഗത കുറയ്ക്കുമെന്നും സംഘപരിവാർ കേന്ദ്രങ്ങൾ ഭയക്കുന്നു. സ്വതന്ത്ര വിദ്യാർത്ഥി യൂണിയനുകളെയും മറ്റ് പ്രതിഷേധ ശബ്ദങ്ങളെയും ഇല്ലാതാക്കി തങ്ങളുടെ സംഘടനകൾക്ക് മാത്രം മുൻതൂക്കം ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഇനി എളുപ്പമാകില്ലെന്നാണ് BJP ആഭ്യന്തര വിലയിരുത്തൽ. കൂടാതെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര ബജറ്റ് വിഹിതം വർഷങ്ങൾക്കിടെ പകുതിയായി വെട്ടിക്കുറച്ചതും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കേന്ദ്രീകൃത പരീക്ഷാ ഏജൻസികളുടെ തുടർച്ചയായ അനാസ്ഥയും വരും ദിവസങ്ങളിൽ സർക്കാരിന് വലിയ വെല്ലുവിളിയാകും. ജനവികാരം മനസ്സിലാക്കുന്നതിൽ ഭരണ നേതൃത്വം കാണിച്ച ദയനീയ പരാജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ സംഘടനാ നിലനിൽപ്പിലും കരുനിഴൽ വീഴ്ത്തുമോ എന്നാണ് രാജ്നാഥ് സിംഗ് അടക്കമുള്ള BJPയിലെ പഴയ തലമുറ നേതാക്കൾ ഉറ്റുനോക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ അപാകതകൾ തിരുത്താൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. പ്രതിപക്ഷ പാർട്ടികളും വിഷയം ഏറ്റെടുത്തതോടെ വരും പാർലമെന്റ് സമ്മേളനത്തിലും BJP വലിയ പ്രതിസന്ധി നേരിടും. ഇതോടെ ജനകീയ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഏകപക്ഷീയ നിലപാടുകളിൽ അടിയന്തര തിരുത്തൽ വരുത്താൻ കേന്ദ്ര ഭരണകൂടം നിർബന്ധിതരായിരിക്കുകയാണ്.